നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. കൽപ്പകഞ്ചേരി GVHSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ഗ്രൗണ്ട് നവീകരണത്തിനു വേണ്ടി മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം 2 വർഷം മുമ്പ് തുടങ്ങിയെങ്കിലും ഇതുവരെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പല നടപടിക്രമങ്ങളുടെ ഭാഗമായി സാധിച്ചിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. 2 വർഷത്തോളമായി കുട്ടികളുടെ കായിക രംഗത്തെ പ്രവർത്തനങ്ങളുമൊന്നും നടത്താൻ സാധിക്കുന്നില്ല. സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലത്തിൽ നിരവധി കായിക പ്രതിഭകളെ സംഭാവന ചെയ്ത ഈ സ്കൂളിന്റെ ഗ്രൗണ്ട് പണി പൂർത്തിയാകാതെ മണ്ണ് കൂട്ടിയിട്ട് കിടക്കുന്നതിനാൽ പാമ്പ് ശല്യം വർദ്ധിച്ചു വരികയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ആയതിനാൽ ഈ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയത്. അതേസമയം ഗ്രൗണ്ടിൽ കൂട്ടിയിട്ട മണ്ണ് 6 മാസം മുമ്പ് ജില്ലാ പഞ്ചായത്ത് ലേലം വിളിച്ചിരുന്നുവെങ്കിലും ഏറ്റെടുത്ത കരാറുകാരൻ കൊണ്ടുപോകാൻ തയ്യാറായില്ല. പിന്നീട് 3 മാസം മുമ്പ് പുനർലേലം പരസ്യം ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് ശ്രമം നടത്തിയെങ്കിലും നിലമ്പൂർ ഇലക്ഷൻ വിജ്ഞാപനം വന്നതിനാൽ 1 മാസം വീണ്ടും വൈകി. ഇപ്പോൾ പുനർലേലം നടത്തി പുതിയ കരാറുകാരൻ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ മണ്ണ് കൊണ്ടുപോകുന്ന പ്രക്രിയ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഈ മണ്ണ് നീക്കം ചെയ്തതിനു ശേഷമാണ് ഇനി ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കുക. സ്കൂൾ ഗ്രൗണ്ട് പദ്ധതിക്കു വേണ്ടി കുറുക്കോളി മൊയ്തീൻ MLA, സി മമ്മൂട്ടി MLA എന്നിവർ 50 ലക്ഷം വീതം ഫണ്ടുകൾ നീക്കിവെച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. പോപ്പുലർ ന്യൂസ് കൽപ്പകഞ്ചേരി.